വെൽക്കം സ്റ്റുഡൻസ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക് ബോർ മോഡൽ ഓഫ് ആറ്റം. കഴിഞ്ഞ ക്ലാസ്സിൽ ഓർബിറ്റിൻ്റെ റേഡിയസ് അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. അതുപോലെ തന്നെ എനർജി, ഓരോ പെർട്ടിക്കുലർ ഓർബിറ്റിലുള്ള ആ ഒരു എനർജി ലെവൽ അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ഇനി ഒരു ഓർബിറ്റിൽ കൂടി nth ഓർബിറ്റ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ ഒരു ഓർബിറ്റിൽ കൂടി ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി എന്താണ്, അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം, റേഡിയസ് ഡിറൈവ് ചെയ്തപ്പോൾ നമ്മൾ ആദ്യം യൂസ് ചെയ്തൊരു ഫോർമുലയായിരുന്നു സെൻട്രിപിറ്റൽ ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും കൂടി ഇക്വേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഇക്വേഷൻ ഇതാണ്: mv²/r is equal to 1/4πε0 Ze into E divided by r². അവിടെ Z എന്ന് പറയുന്നത് ചാർജ് ഓഫ് ദി ന്യൂക്ലിയസ് ആൻഡ് ഇ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ. ഇനി അതിൻ്റെ അകത്ത് നമുക്ക് എഴുതാമല്ലോ, mv² is equal to 1/4πε0 Ze²/r. So that is equation number 1. ഇനി ബോറിൻ്റെ സെക്കൻഡ് പോസ്റ്റ്ലേറ്റിൽ ഒന്നായിരുന്നു ദ ക്വാണ്ടം മെക്കാനിക്കൽ കണ്ടീഷൻ ഫോർ ആംഗുലർ മൊമെൻറ്റം. ഇപ്പോൾ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π, അതായത് nh/2π എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ആംഗുലർ മൊമെൻറ്റത്തെ എങ്ങനെ എഴുതാം? mvr is equal to nh/2π. അതിൽ നിന്ന് വെലോസിറ്റി v എങ്ങനെ എഴുതാം? nh/2πmr. സോ ദാറ്റ് ഈസ് ഇക്വേഷൻ 2. ഇനി ഇക്വേഷൻ 1നെ ഇക്വേഷൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് mv²/v is equal to 1/4πε0 Ze²/r. ഇനി ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് എന്താണ്, ഈ ഇക്വേഷൻ 2നെ അതിൻ്റെ റെസിപ്രോക്കൽ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2πmr ഡിവൈഡഡ് ബൈ nh. അപ്പോൾ അതിൽ നിന്ന് വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടും, ദാറ്റ് ഈസ് vn. ഒരു nth ഓർബിറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്നിന് ഡിഫറെൻറ്റ് വാല്യൂ 1, 2, 3 അങ്ങനെ പോകുന്നു. സോ vn is equal to Ze² divided by 2ε0 nh. ഇനി നമുക്ക് രണ്ട് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത്, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് തേർഡ് ആൻഡ് ഫിഫ്ത്ത് ഓർബിറ്റ് ഓഫ് ഹൈഡ്രോജൻ ആറ്റം. അപ്പോൾ റേഡിയസിൻ്റെ ജനറൽ എക്സ്പ്രഷൻ ഇതാണ്: Rn is equal to n²h²ε0/πm². ഇനി നമുക്ക് കാണേണ്ടത് തേർഡ് ഓർബിറ്റെയും ഫിഫ്ത്ത് ഓർബിറ്റിൻ്റെയും റേഡിയസിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ ഇവിടെ ആകെ ചെയ്യാനുള്ളത് എന്നിന് പകരം 3യും അതുപോലെ തന്നെ എന്നിന് 5ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ റേഷ്യോ കാണുക എന്നുള്ളതാണ്. സോ റേഡിയസ് ഓഫ് ദി തേർഡ് ഓർബിറ്റ് r3 is equal to 9h². കാരണം ജനറൽ ഇക്വേഷനിൽ n² ആണ്. അപ്പോൾ തേർഡ് ഓർബിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 3² വരും, ദാറ്റ് ഈസ് 9h²ε0/πm². അതുപോലെ റേഡിയസ് ഓഫ് ദി ഫിഫ്ത്ത് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എന്നിന് പകരം 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ. സോ 5² is equal to 25. സോ 25h²ε0/πm². അതിന് അതിൻ്റെ റേഷ്യോ കാണാം, ദറ്റ് ഈസ് r3/r5, ദറ്റ് ഈസ് 9/25. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ബൈ ആൻ ഇലക്ട്രോൺ ടു ട്രാവേഴ്സ് ദ ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രോജൻ ആറ്റം. അപ്പോൾ ഹൈഡ്രോജൻ ആറ്റത്തിൻ്റെ ഫസ്റ്റ് ഓർബിറ്റിൽ ട്രാവൽ ചെയ്യുന്ന ഇലക്ട്രോണ് ഒരു തവണ ട്രാവൽ ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടൈം അറിയണമെങ്കിൽ നമ്മുടെ സാധാരണ ഇക്വേഷൻ, ഒരു സിമ്പിൾ ഇക്വേഷൻ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ടൈം കാണാൻ എന്ത് ചെയ്യുക? വെലോസിറ്റി ബൈ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ ആ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓൾറെഡി നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഇതാണ് ദ റേഡിയസ് ഓഫ് nth ഓർബിറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് Rn is equal to n²h²ε0/πm². ഓൾറെഡി ഡെറൈവ് ചെയ്താണ്. ഇനി വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ nth ഓർബിറ്റ് ഇപ്പോൾ നമ്മൾ ഡെറൈവ് ചെയ്ത ഇക്വേഷൻ, ദാറ്റ് ഈസ് vn is equal to E² divided by 2ε0 nh. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത്, ജനറൽ ഇക്വേഷൻ്റെ അകത്ത് vn is equal to Ze²
ബൈ 2 എപ്സിലോൺ 0 NH എന്നാണ്. സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റോമിക് നമ്പറാണ്. ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രോബ്ലത്തിൻ്റെ അകത്ത്. സോ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ അറ്റോമിക് നമ്പർ സെഡ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അതുകൊണ്ടാണ് ഇവിടെ Vn എന്ന് പറയുന്നത് സെഡ് 1 ആയതുകൊണ്ടാണ് ഇവിടെ E²/2 എപ്സിലോൺ 0 NH എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ടൈം ടേക്കൺ അതെന്താണ്? T is equal to ഡിസ്റ്റൻസ് ബൈ ടൈം. നമുക്കറിയാം ഒരു സർക്കുലർ ഓർബിറ്റിൽ കൂടി ആണ് ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ സർക്കംഫറൻസ് അത് തന്നെയാണ് അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സർക്കംഫറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? 2πr വരും. അതാണ് 2πrn. നമുക്കറിയില്ല nth ഓർബിറ്റ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ 2π ജനറൽ ഇക്വേഷനാണ് എഴുതുന്നത്, 2πrn ഡിവൈഡഡ് ബൈ Vn. ഇനി എന്ത് ചെയ്യുന്നു? നമ്മൾ Vn പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അതായത് വെലോസിറ്റിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ 4n³ h³ എപ്സിലോൺ 0² m ഡിവൈഡഡ് ബൈ me². ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ഓർബിറ്റിൽ ട്രാവൽ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ n is equal to 1. സോ n³ ആണ് വന്നേക്കുന്നത് അല്ലേ? അപ്പോൾ 1³ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. സോ ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. h പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, എപ്സിലോൺ 0 പെർമിറ്റിവിറ്റി, ദെൻ m എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി ഇലക്ട്രോൺ ആൻഡ് E is the ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1.27 × 10⁻⁻16 സെക്കൻഡ്.